ശരിക്കും ഉൽപാദനം കുറഞ്ഞതും ആവശ്യക്കാരേറിയതുമാണ് ഇപ്പോൾ ഈ വിലവർധന പ്രധാന കാരണം. ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ സീസൺ, കാരണം ഇത് അൺസീസണാണ്. മറ്റു വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സമയത്ത് കർഷകർ കൃഷി ഇറക്കുന്ന കുറവാണ്. കാരണം മറ്റു വർഷങ്ങളിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഉള്ള സാധനങ്ങൾക്ക് ഡിമാൻഡായി. പിന്നെ തമിഴ്നാട്ടിൽ പ്രത്യക്ഷത്തിൽ കർഷകർ സമരം നടത്തുന്നതും അതും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ശരിക്കും ഈ വില വർധനവ് ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ ഇപ്പൊ ഏറ്റവും വില കുറവ് കേരളത്തിലാണ്. ഈ വിലവർധനവൊന്നും പറയുന്ന അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ വില കുറവ് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഇതിലും കൂടുതലാണെന്നല്ലേ? യെസ്, നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഇപ്പം കേരളത്തിലാണ്. ഈ പറഞ്ഞതുപോലെ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഈ ന്യൂ ഇയർ സമയത്തൊക്കെ ഈ പക്ഷിപ്പനിയൊക്കെ ബന്ധപ്പെട്ട ഇതിന്റെ ഒരു നിയന്ത്രണങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊന്നും ഈ കച്ചവടത്തെ ബാധിച്ചില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അതെ, കാരണം മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ന്യൂ ഇയറിനും അതുപോലെ ഈ ക്രിസ്മസിനും അപേക്ഷിച്ച് ഭയങ്കര സെയിലാണ്. കാരണം 40% കച്ചവടം അധികം ധരിക്കുകയാണ്. കാരണം ജനങ്ങൾ കൂടുതലും ആവശ്യക്കാരായി മുന്നോട്ട് വന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടായില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ വില വർധനവിന്റെ ഗുണങ്ങൾ ശരിക്കും കർഷകന് ലഭിക്കുന്നില്ലെന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് പറഞ്ഞാല് കോഴിക്കുഞ്ഞിന് ക്രമാതീതമായി വില വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയ ഫീഡിനും എല്ലാം കമ്പനികൾ അനുദിനം വില വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ കർഷകരല്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒക്കെ മനസ്സിലാക്കും. കാരണം ഇതിന് വില വർധനവ് ഈ നിയന്ത്രിക്കാൻ യാതൊരു വിധമായ ഈ ഈ സോഴ്സ് ഇല്ലാത്ത രീതിയിലാണ് കമ്പനികൾ അനുദിനം വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടക്കാർക്ക് വലിയ രീതിയിൽ ലാഭമൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു വില വർധനയിലൂടെ മാത്രമാണ് ഈ കച്ചവടക്കാർക്ക് ലാഭം ലഭിക്കുന്നത്? അല്ല, കച്ചവടക്കാർക്ക് അവർ നോർമലി വില കൂടിയാലും കുറഞ്ഞാലും അവരെടുക്കുന്നതിന് മുകളിലാണ് വിൽക്കുന്നത്. ഇപ്പൊ ആക്ച്വലി കർഷകന് കിട്ടുന്നതിൽ ഒരു 20 രൂപ പ്ലസ് ചെയ്താണ് അത് കസ്റ്റമേഴ്സിന്റെ കയ്യിലെത്തുന്നത്. അപ്പൊ ആ മാർജിൻ ശരിക്കും ഇതിന്റെ ഇടനില നിൽക്കുന്നവർക്കുള്ളതാണ്. അപ്പൊ അവർക്ക് മാർജിൻ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് മാർജിൻ ഉണ്ട് എന്നുള്ള കാരണം പിന്നെ കർഷകനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എത്ര വില അവന് ഉൽപാദന ചെലവിനേക്കാൾ പിന്നെ ഈ കഴിഞ്ഞ വർഷത്തില് ഏതാണ്ട് ഒരു 60 ദിവസം കഷ്ടിച്ച് പോലും അവന് ഉൽപാദന ചെലവ് പോലും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ. ഇതിനു മുമ്പ് കോവിഡ് സമയത്താണ് ഒരു 150 ദിവസം കർഷകന് മാന്യമായി വില ലഭിച്ച ഒരു സാഹചര്യം. ശരിക്കും ഇത് ഇപ്പോൾ ഈ കർഷകർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ ഈ സാധനങ്ങളുടെ വില കേരളത്തിന്റെ പ്രത്യേക ഇതില് കേരളത്തില് സർക്കാർ പങ്കാളിത്തം വളരെ കുറവാണ് ഈ പോൾട്രി ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് ഇതര സ്റ്റേറ്റുകളിലൊക്കെ വളരെ കൂടുതൽ പങ്കാളിത്തം ഉള്ളതുകൊണ്ട് അവിടെ ഇത് നിയന്ത്രിക്കാനുള്ള സോഴ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം കോഴിക്കുഞ്ഞിന് വില നിയന്ത്രിച്ചാൽ കർഷകർക്ക് കോഴിക്കുഞ്ഞ് കൊടുക്കാനും അതുപോലെ തന്നെ തീറ്റ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റിലുള്ള അത് വളരെ പരിമിതമാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഒരു വില വർധന വരുമ്പോഴും ലാഭം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഇനിയും വില കൂട്ടണം എന്നുള്ളതാണോ? എത്രത്തോളം കൂട്ടണം എന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അല്ല, ഇപ്പം വില കൂടിയപ്പോഴല്ലേ നമ്മൾ ചർച്ച ആരംഭിച്ചത്. ഈ വില കുറഞ്ഞു നിന്ന സമയത്ത് ആരും ചർച്ചയ്ക്ക് തയ്യാറായല്ലോ. കർഷകൻ ഏതാണ്ട് 95 രൂപ മുതലായ സാധനം 60 രൂപയ്ക്ക് വരെ വെച്ച സാഹചര്യമുണ്ട്. അന്നേരം ആരും ചോദിച്ചില്ലല്ലോ എന്താണ് ഇതിന് വില കുറഞ്ഞത്. കാരണം ഉൽപാദന ചെലവിനേക്കാൾ എത്രയോ രൂപ ഒരു 10,000 കോഴി വളർത്തുന്ന ഒരാള് അത് വളർത്തി വെക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ അവരുടെ പോകുന്നു. അവർ ലോണും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് അവരുടെ ജീവിത നിലവാരത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഇതിനു വേണ്ടി ഈ മേഖലയിൽ പ്രവർത്തിച്ചത്. പക്ഷെ അവരുടെ മുതൽ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇപ്പൊ താൽക്കാലികമായി ഈ ഉണ്ടായ വിലവർധനവ് അതിൽ തന്നെ ഗുണഭോക്താക്കൾ കർഷകരല്ല, അവർക്ക് ലഭിക്കുന്നില്ലെന്ന് ഞാൻ പറയേണ്ട യാഥാർത്ഥ്യം. ഇന്നലത്തെ കോഴിക്കുഞ്ഞിന്റെ വിലയല്ല ഇന്ന്. കാരണം 30 രൂപയ്ക്ക് കിടന്ന കോഴിക്കുഞ്ഞിന്റെ വില ഇന്ന് 54 ആയിരിക്കുകയാണ്. അപ്പൊ 1000 കോഴിക്കുഞ്ഞിനെ ഇടുന്ന ഒരു കർഷകന് 25,000 രൂപ അധികം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഫീഡിനും വില കൂടിക്കൊണ്ടിരിക്കുന്നു. സത്യമാണ് താങ്കൾ പറഞ്ഞതുപോലെ വില കൂടുമ്പോൾ മാത്രമാണ് എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ വില കൂടിയെന്ന് സംസാരിക്കുന്നത്. വില കുറയുമ്പോൾ ആരും ഒന്നും മിണ്ടില്ല. അത് വളരെ ശരിയുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിലവർധന ഇത് കർഷകർക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് തന്നെ എത്തട്ടെ. അതാണല്ലോ ഏറ്റവും ആവശ്യവും. അതിനുവേണ്ടിയാണല്ലോ സർക്കാർ ഒരു തറവില പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഇപ്പം നെല്ലിന് താങ്ങുവിലയുണ്ട്, നാളികേരത്തിന് താങ്ങുവിലയുണ്ട്. ഇതിനൊരു തറവില പ്രഖ്യാപിച്ചാൽ അതിന് ഞങ്ങൾ നിരന്തര സർക്കാരിനോട്, കാരണം ഈ തറവില പ്രഖ്യാപിച്ചാൽ അവൻ ഉൽപാദന ചെലവിനേക്കാൾ കുറച്ച് ഉൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അമിതമായ വില ഉയരാതെ നിയന്ത്രിക്കാൻ പറ്റും.
നമ്മുടെ സംസ്ഥാനത്ത് 40-50% പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ അവിടെ നിന്നൊന്നും കോഴി ഇങ്ങോട്ട് വരുന്നേ ഇല്ല. തമിഴ്നാട്ടിൽ നിന്നും വരുന്നില്ല. കാരണം ഇവിടുത്തേനേക്കാളും വില അവിടുത്തെ കർഷകർക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു ദിവസം നമ്മുടെ കണക്കനുസരിച്ച് 24-25 ലക്ഷം കിലോ വേണ്ടി വരുന്നത്. അതിപ്പോ വളരെ ഉയർന്നു, വളരെ അതിന്റെ ശതമാനം വർദ്ധിച്ചു. അപ്പം അതിന് നല്ലൊരു തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്, കാർഷിക മേഖലയാണ്. നമ്മുടെ സ്ഥലങ്ങൾ, പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അതിന്റെ നിയമങ്ങൾ ലഘൂകരിച്ചാൽ കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യും. ഇത്രയും ആവശ്യക്കാരുള്ള ഒരു വില കുറഞ്ഞ ഒരു ന്യൂട്രി ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ വില കുറച്ചാണ് അത് കിട്ടിക്കൊണ്ട്. ഇന്ന് 1 കിലോ മട്ടൺ എന്ത് വിലയാണ്, ബീഫിനൊക്കെ എന്ത് വിലയാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ കർഷകന് ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പൊ താൽക്കാലികമായി ഈ ഒരു വിലവർധന ഒരു 10 ദിവസം കൊണ്ട് തുടരാനാണ് സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.